അൻവറിന്റെ മാധ്യമത്തിൽ വന്ന വാർത്ത വെച്ചുകൊണ്ടാണല്ലോ ഇവിടെ യൂത്ത് കോൺഗ്രസും സമരം നടത്തിയത്. അതാ ഞാൻ പറഞ്ഞു. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേവലമായിട്ടുള്ള ഒരു അന്വേഷണമാണെന്ന് നിങ്ങൾ ധരിക്കണ്ട. നിങ്ങൾ പറയുന്നതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് കോൺഗ്രസിന് യു ഡി എഫ് ഒന്നുമില്ല, യൂത്ത് കോൺഗ്രസിന് സമരം നടത്താനും അതുപോലെ തന്നെ പോലീസിനെ കടന്നാക്രമിക്കാനും അതിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഒരു സംശയവും അതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയം തന്നെയാണ്. അതായത് നിങ്ങൾക്കെല്ലാമുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് നിങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് അൻവർ അതൊരു ശരിയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യമാണ്. ഒരു ജനപ്രതിനിധിയായ പാർട്ടിയുടെ പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായ ഒരു ചോദ്യമാണ്. അങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്റെ വായിക്കത് വെക്കൽ അങ്ങനെയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഇങ്ങനെയല്ല. പിന്നെ ഒരു പാർട്ടി മെമ്പറോ പാർട്ടി ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല അൻവർ എന്നുള്ളതുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ അൻവറെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് പറയല്ല വേണ്ടത് എന്നുള്ളത് സത്യമാണ്. അതാ ഞാൻ പറഞ്ഞത്. ഒരു അടിസ്ഥാനമില്ല അതിന്. ആ പ്രചരണത്തിലൊന്നും മുഖ്യമന്ത്രിക്ക് ഓഫീസിൽ മാത്രമല്ല കേരളത്തിലുടനീളം നിയന്ത്രണം. നിങ്ങൾ വിചാരം ഓഫീസൊന്നുമല്ല. ഈ കേരളത്തിൽ മുഴുവൻ മുഖ്യമന്ത്രിക്ക് വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള നല്ല നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായിട്ട്. രാഷ്ട്രീയം അല്ലെ? അൻവറിന്റെ രാഷ്ട്രീയമല്ല. അൻവറിനല്ലോ സമരം നടത്തുന്നത്. സുധാകരനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അല്ലേ സമരം നടത്തുന്നത്. അവരെ രാഷ്ട്രീയമാണ്. അവരെ രാഷ്ട്രീയമാണ്. അല്ലല്ല, അൻവറിന്റെ വെളിപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ രാഷ്ട്രീയ ഉപകരണമാക്കി രാഷ്ട്രീയ സമരം നടത്താൻ വേണ്ടിയിട്ട് യു ഡി എഫ് ഇല്ല, കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും മുന്നോട്ടേക്ക് വരുന്നു മാത്രം കണ്ടാണ്. അൻവർ പറയുന്നത് കേട്ട് സമരം നടത്തേണ്ടി വരുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു പരാജയത്തെ പറ്റി നിങ്ങൾ തന്നെ ഒരു ആലോചിച്ചോ? ഞാനൊന്നും പറയുന്നില്ല. അതാണ് പ്രതിപക്ഷം. അതാണ് കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷം. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. അൻവർ എന്ന് പറയുന്നത് CPIMന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സഹയാത്രികനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്നതുമായ ഒരു കാര്യം വെച്ചുകൊണ്ട് കോൺഗ്രസിന് രാഷ്ട്രീയ സമരം നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം രാഷ്ട്രീയത്തിന്റെ മുൻകൈ ഈ പ്രതിപക്ഷത്തിന് കേരളത്തിലില്ല എന്നതാണ്. അതാ അതിന്റെ അർത്ഥം. ഏത് അതൊക്കെ നമുക്ക് നോക്കാം. അൻവറിന്റെ പിന്നിലോ? അൻവറിന്റെ പിന്നിൽ ആരുമില്ല. അൻവർ തന്നെ. നിങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ എന്ത് പരാതി വന്നാലും ഒരു പരാതിയും മൂടി വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. അതെല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു പോകണം. ആരെ സംരക്ഷിക്കാനാണ്? ഈ പാർട്ടി കാര്യങ്ങൾ സംരക്ഷിക്കേണ്ട പല ബാധ്യതയുണ്ടോ? ഞങ്ങളതൊന്നും ആരെയും സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമില്ല. ഞങ്ങളത് കൃത്യമായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന സമീപനത്തിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് CPIM. ഒരു പ്രതിരോധത്തിലാകാം. നിങ്ങൾ പ്രതിരോധത്തിലാണെന്ന് വ്യാഖ്യാനിക്ക് വിശദീകരിക്കല്ലേ? ഞങ്ങൾ പ്രതിരോധമൊന്നുമല്ല. ഞങ്ങൾക്ക് പ്രതിരോധം വന്നില്ല. ഞങ്ങൾക്ക് ഒരു പ്രതിരോധത്തിന്റെയും പ്രശ്നമില്ല. നിങ്ങളുടെ പദപ്രയോഗമാണ് അതെല്ലാം. ആരെങ്കിലും ഒരാൾ വെളിപ്പെടുത്തിയാൽ, ആരെങ്കിലും ഒരാൾ വർത്തമാനം പറഞ്ഞാൽ, ഒരാൾ ഏതെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ, ഏതെങ്കിലും പ്രായസമ്മേളനം നിർത്തിവെച്ചു അപ്പോൾ പ്രതിരോധത്തിലെ അങ്ങനെ ഈ ഓലപ്പാമ്പ് കാണിച്ചിട്ടൊന്നും പാർട്ടിയെ ഭയപ്പെടുത്താൻ നോക്കണ്ട. അതൊന്നും നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കാൻ പറയാം, ഇതൊന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നല്ല. പാർട്ടിക്ക് ഇതിനെല്ലാം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷത്തിന് ഇപ്പോഴ് ഒരു പ്രതിപക്ഷം എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാനാവാത്തതുകൊണ്ട്
അവരെങ്ങനെയാണ് മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും രാജിവെപ്പിക്കാനാവുക എന്ന ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തോട് യോജിപ്പില്ല. അതിനെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യവും മുന്നോട്ടേക്ക് പോവുകയും ആര് അല്ല, ആയുധത്തെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അല്ല, അതൊക്കെ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കും. അതിന് ആരെങ്കിലും സ്റ്റാർട്ടപ്പ് ഒന്നും വേണ്ട. അഴിമതിക്കെതിരായിട്ടുള്ള ശക്തിയായ നിലപാട് സ്വീകരിച്ച് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകും. എല്ലാം കേട്ടില്ല, മുഴുവൻ കേട്ടില്ല. മുഴുവൻ പത്രസമ്മേളനം ഞാൻ കേട്ടില്ല. പത്രസമ്മേളനത്തിന് ചില ഭാഗം കേട്ടു എന്ന് മാത്രമേ. അതെ, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതാ ഞാൻ പറയുന്നത്. എന്തടിസ്ഥാനത്തിലാ? അടിസ്ഥാനം വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അത് വരട്ടെ, അത് വന്നോട്ടെ, അന്നേരം നോക്കാം. പറയട്ടെ, അൻവർ പറഞ്ഞോട്ടെ. പോലീസുമായി അതിപ്പോ ഇവർ 2-3 ആളൊന്നുമല്ലല്ലോ. കേരളത്തിലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പരാതികളും പ്രശ്നങ്ങളും പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരും പാർട്ടിയുടെ ഭാഗമായി നിൽക്കാത്തവരും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഉന്നയിക്കുന്നതൊക്കെ അതിന്റെ മെറിറ്റിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു പ്രശ്നം ഉന്നയിച്ചാൽ ആ പ്രശ്നം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കുന്നതല്ലോ. അതിലൊരുപാട് പരിമിതികളുണ്ട്. ഭരണഘടനാപരമായിട്ടുണ്ട്, ഭരണകൂട ഘടനയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നടക്കും, ഒരു സംശയമില്ല. ഒക്കെ നടക്കും. അതെല്ലാം പരാതി അനുസരിച്ച് പരിശോധന നടത്തും. ഇല്ല, വരുന്നില്ല. ഞാൻ പറഞ്ഞു അത് അതിന് ഉത്തരം പറഞ്ഞു. ആര്? നിങ്ങളല്ലേ നോക്കിയോ ആരൊക്കെ എന്നെ സഹായിക്കാനോ? എന്നെ സഹായിക്കാൻ ജയരാജൻ വരാതിരിക്കുന്നതാണ് CPM-നെ സഹായിക്കുന്നത് എന്നുള്ള തിരിച്ചറിഞ്ഞ നിങ്ങൾക്കുള്ളത്. എന്നാൽ അതല്ല. അറ്റൻഡൻസിൽ ഞങ്ങൾ മാർക്ക് ചെയ്തോളും നോക്കിയിട്ട്. ഒരു കാര്യമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല, ഉണ്ടാക്കാൻ പോകുന്നില്ല, ഇനി ഭാവിയിൽ ഉണ്ടാക്കുകയില്ല. അസംബന്ധമാണ്. അസംബന്ധത്തിന്റെ അപ്പുറത്ത് എന്തെങ്കിലും പദം ഉണ്ടെങ്കിൽ അതാണ്. എനിക്കറിയില്ല. അയാൾ കണ്ടാലും കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അയാൾ കാണുന്നോ ADGP RS-കാരനെ കാണുന്നോ കാണുന്നില്ല. ഗവർണർ ഉൾപ്പെടെ അവിടെ പോയിട്ട് RS-കാരനെ കണ്ടിട്ടില്ലേ? RS-ന്റെ മോഹൻ പത്രത്തിൽ കണ്ടിട്ടില്ലേ? ആര് കാണുന്നില്ല പ്രശ്നം ഇവിടെ അറിയില്ല. ഞങ്ങളും അതും തമ്മിൽ യാതൊരു ബന്ധമില്ല. അതാ പ്രശ്നം. അതാ കാര്യം. പിന്നെ വെറുതെ പറഞ്ഞാൽ വേണ്ടി. അല്ല, ഞാനത് കാണുന്നോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ബാധകമായ പ്രശ്നമല്ല. CPM-നെ ഞാൻ പറ്റി പറയുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ആരെങ്കിലും കാണുന്നോ കാണുന്നില്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അവിടെയുള്ള കാര്യം അതല്ല. കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. അവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം CPIM-ന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ADGP RS-നെ കണ്ട് ഡീലുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. അസംബന്ധമാണ്. അതിന്റെ അപ്പുറം എന്തെങ്കിലും പദം ഉണ്ടെങ്കിൽ അതാണ്. അങ്ങനെയാ പറയുന്നത്. നിങ്ങൾ പറഞ്ഞതല്ലോ. CPIM-ഉമായിട്ടുള്ള ഡീലിനെ സംബന്ധിച്ച ചർച്ച വെറുതെ വേറൊന്നും തിരിച്ചു നോക്കാൻ നോക്കണ്ട. ഏത്? അതെ, അത് ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. മുഖ്യമന്ത്രിക്ക് വേണ്ടി BJP-യുമായിട്ടോ RS-ഉമായിട്ടോ ഡീലുണ്ടാക്കാൻ വേണ്ടി ഒരാളെയും ഞങ്ങൾക്ക് അയക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഡീലുണ്ടാക്കുന്ന മോഹൻ ഭഗത്തുമായിട്ട് ഡീലുണ്ടായിക്കൂടെ? ഇവര് ഈ അസിസ്റ്റന്റ് വരെ കാണേണ്ട വൻക കാര്യമുള്ളൂ. ഞങ്ങൾക്ക് ആ രാഷ്ട്രീയമില്ലല്ലോ. ഞങ്ങൾ ഇതിനെതിരായിട്ടുള്ള അതിശക്തിയായ ഒരു രാഷ്ട്രീയ സമരം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ CPM. ഇന്നലെയും അതെ, ഇന്നും അതെ, നാളെയും തന്നെയാണ്. അതും പരിശോധിക്കുന്നുണ്ട്. തൃശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ അകത്ത് ADGP-ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും പരിശോധനയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എല്ലാരോടും ഏതാരോടും പരിശോധിക്കുന്നു. പറ. എന്തിനാണ് നിങ്ങൾ എടുക്കലും വന്നിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യം? അവരുടെ കാര്യമില്ല.
ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധിയില്ല. ഞങ്ങൾക്ക് പ്രതിസന്ധി ഇല്ലാതുകൊണ്ടല്ലേ വരാത്തത്. നിങ്ങളൊന്നും പറഞ്ഞോ? മനസ്സിലായില്ല. അത്രയല്ലേ ഉള്ളൂ. ഇനി അത് ഈ വിഷയം മാത്രമല്ല, പല വിഷയത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ടിയുണ്ട്. നിങ്ങൾ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ചയും, ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങളെ ഏതെങ്കിലും ഒരാളെ വിളിക്കും, 15 ആളെ പറയും വിളിക്കും. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് CPM വിരുദ്ധമായ ഒരു ആശയം ഉത്പാദിപ്പിക്കുന്ന ഈ വൈകുന്നേരത്തെ ചർച്ചയിൽ CPM പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം ഞങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യാൻ പോവാണ്.